ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷിഫോണിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു ആലിയാർ കട്ടാണ് കേട്ടോ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കുന്നത്. അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്ത് 4 മീറ്ററാണ് എടുത്തേക്കുന്നത്, ലൈനിങ് 3.5 മീറ്ററാണ്. മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ 33 ചെസ്റ്റ് അളവ് വരുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ 14 അതിൻ്റെ പകുതി 7, ചെസ്റ്റ് 33, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4 ഡിവൈഡ് ചെയ്തേക്കുവാണ്. വേസ്റ്റും അതേപോലെ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 10, അവിടുത്തെ റൗണ്ട് 9.5, ഫുൾ ലെങ്ത്ത് 44. നമ്മൾ മുകൾ 2 പാർട്ടായിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. മുകളിലത്തെ പാർട്ടിന് 12.5, തയ്യൽത്തും കൂടെ കൂട്ടി 14 ഇട്ട് വേണം വെട്ടാൻ. താഴത്തെ പാർട്ട് 31.5, 1 ഇഞ്ച് കൂടെ കൂട്ടി 32.5 നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലത്തെ പാർട്ട് കട്ട് ചെയ്യാനായിട്ട് തുണി 4 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ 7, അവിടുന്ന് താഴോട്ട് 6 കേട്ടോ ഞാൻ ആം ഹോൾ കൊടുക്കുന്നത്. 6, പിന്നെ 12.5 നമുക്ക് വേണ്ടത്. പിന്നെ 14.5 ഇട്ടാണ് തയ്യൽ തുമ്പുടി ഇട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത് 8.25 തയ്യൽ തുമ്പ്. താഴെ വേസ്റ്റിൻ്റെ പാർട്ട് 7.25 തയ്യൽ തുമ്പും. തയ്യൽ തുമ്പൊന്ന് ജോയിൻറ്റ് ചെയ്തു, ആം ഹോളൊന്ന് ചരിച്ച് വരച്ചു കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവേ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഫ്രണ്ടും ബാക്കും വന്നല്ലോ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് എടുത്ത് മാറ്റി, ബാക്ക് ഇതേപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ എടുത്തു. ഓക്കെ. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 5 ഇഞ്ചിന് ഒരു മാർക്ക് കൊടുത്തു. നേരെ സെൻറ്റർ തന്നെ ആയിരിക്കണം. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ക്രോസ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇതേപോലെ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് പാർട്ട്. നിവർത്തിയിട്ട് കാണിച്ചു തരാം ഞാൻ. ഇതേപോലെയാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലും ഇതേ രീതിയിൽ മെയിൻ ക്ലോത്ത് ഞാൻ 4 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് കട്ട് ചെയ്തു. ബാക്ക് പാർട്ടിൻ്റെ അളവിനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെട്ടാം. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി പണിയാണ്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഈസി ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ബാക്കും ഫ്രണ്ടും. ഇനി നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ ഇറക്കം എത്രയാണോ അത്രയും, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടി. എന്നിട്ട് സ്ലീവ് നമ്മൾ എങ്ങനെയാണോ വരച്ചെടുക്കുന്നത് അതേപോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ. സ്ലീവ് വരച്ചു. പിന്നെ താഴത്തെ വണ്ണം, അതിൻ്റെ കൂടെ തയ്യൽത്തും കൂടെ. എന്നിട്ട് സ്ലീവ് കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് അലിയാർ കട്ടിൻ്റെ മെയിൻ കട്ടിങ്ങിലോട്ട് പോകാം കേട്ടോ. ഫ്രണ്ട് ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ ഞാൻ 2 മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് ഫ്രണ്ടിൽ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് ഞാൻ ഇതേപോലെ മടക്കി ഇട്ട് കൊടുത്തു. എന്നിട്ട് മുകളിൽ നിന്ന് 32.5 എൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇതേപോലെ വിരിച്ചിട്ടു. ഇനി എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് വെട്ട് വരുന്ന ഭാഗവും ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് വെട്ട് വരാത്ത ഭാഗമാണ് കേട്ടോ. അവിടെ നിന്ന് 5 ഇഞ്ച് ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ ക്രോസിന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ക്രോസിന് വെട്ട് വരാത്ത ഭാഗത്താണ് 5 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ അലിയാർ കട്ടിൻ്റെ മെയിൻ കട്ടിങ് കേട്ടോ.
എന്നിട്ട് ആ സെൻറ്ററിൽ നമ്മുടെ ജോയിൻറ്റ് വരാത്ത ഭാഗത്ത് കറക്റ്റ് സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് സെൻറ്റർ എന്ന് മറന്നു പോവും. ഇനി ബാക്ക് സൈഡ് 1.5 മീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് അതും 32.5 32.5 ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. അത് നമ്മൾ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ന്യൂറോ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വരാൻ കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിലാണ് കേട്ടോ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ 2 ഇഞ്ച് കുറച്ച് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്ക് നോക്കാം. വി നെക്കാണ് കൊടുക്കുന്നത്. 3.5 വീതിയും താഴോട്ട് ഇറക്കം കൊടുക്കുന്നത് 6.5 കേട്ടോ. അപ്പോൾ ഷോൾഡർ അടിച്ച് വരുമ്പോൾ കറക്റ്റ് 6 നമുക്ക് കിട്ടിക്കോളും. വി വരച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് വൈഡാക്കി കൊടുക്കുന്നുണ്ട് വി. എന്നിട്ട് നമുക്കിത് പതിച്ചൊന്നെടുക്കാം. ഇനി ബാക്ക് സൈഡ് എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ നിങ്ങൾക്ക് വി വേണമെങ്കിൽ വി കൊടുക്കാം. യു നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ബാക്ക് സൈഡ് കൂടെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ലൈനിങ് ക്ലോത്തിൽ ഇതിൻ്റെ 3 സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ 3 സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കണേ. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്ക് സൈഡും സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെ എങ്ങനെ നെക്കടിക്കുന്നതെന്ന് നോക്കാം. ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് മുകളിൽ ഇരിക്കുന്നത്, അതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് മുകളിൽ ഇരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ക്യാൻവാസ് വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ നെക്കിൻ്റെ അതിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് കൊള്ളാതെ കട്ട് ചെയ്ത് മാറ്റാം നെക്ക്. ചെറിയ വെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ക്യാൻവാസ് ഒന്ന് നിവർത്തി വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ക്യാൻവാസിൻ്റെയും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും സെൻറ്ററിൽ കൂടെ വേണം സ്റ്റിച്ച് പോകാൻ. എന്നിട്ട് ക്യാൻവാസിനകത്തേക്ക് മടക്കി വെച്ച് സൈഡ് സ്റ്റിച്ച് കൊടുക്കാം. കറക്റ്റ് സൈഡ് ആയിരിക്കണം കേട്ടോ. ഒരേ ലെവലിൽ സൈഡിൽ കൂടെ സ്റ്റിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഭംഗി കിട്ടുള്ളൂ കേട്ടോ. നെക്കിന് കയറി ഇറങ്ങിപ്പോയാൽ ഭംഗി കിട്ടില്ല. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിനെ ഒന്ന് മാറ്റിയിട്ട് ക്യാൻവാസും ലൈനിങ്ങും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഹെം ചെയ്യേണ്ടവർക്ക് ഹെം ചെയ്യാം. അപ്പോൾ ഇതാണ് ഈസി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നെറ്റൊക്കെ ആണെങ്കിൽ കറക്റ്റ് നമ്മൾ ഹെം ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ആ ലൈനിങ്ങിനെ നമ്മുടെ മെയിൻ ക്ലോത്തിനെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ആ കറക്റ്റ് വീയുടെ ഷേപ്പ് കിട്ടണം കേട്ടോ. നമ്മൾ മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് ഈ മോഡലിൽ തന്നെ കട്ട് ചെയ്തെടുത്തായിരുന്നെങ്കിൽ അല്പം പാടായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാതിരുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് സൈഡ് കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഞാൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. കറക്റ്റ് നമുക്ക് ഷോൾഡർ ഞാൻ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അതായിരിക്കും ബിഗിനേഴ്സിനൊക്കെ ഒന്നുകൂടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുവാണേ. അപ്പോൾ കുറേ കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലുള്ള വീഡിയോസ് കാണണമെന്ന് താല്പര്യമുള്ളവർ മാത്രം. എന്നിട്ട് ഷോൾഡറിൻ്റെ വെട്ട് ബാക്ക് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് അതൊന്ന് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്കിത് 4ആയിട്ട് മടക്കിയിടാം. കറക്റ്റ് മടക്ക് വേണം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നമുക്കിത് റീമാർക്ക് ചെയ്തെടുക്കാവേ. ഷോൾഡർ 6,
താഴോട്ട് നമുക്ക് ഒരു 13 മതി കേട്ടോ. ബാലൻസ് പാട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ ചെസ്റ്റ് 8.5, 1 ഇഞ്ചിൽ ഞാൻ ഒന്ന് ആം ഹോൾ ചരിച്ച് വെട്ടി. കറക്റ്റ് ഇനി നമുക്ക് നമ്മുടെ ആ 12.5 പിന്നെ 1 ഇഞ്ച് കൂടെ മതി കേട്ടോ. 2 സൈഡിലും ആം ഹോൾ, ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ചൊന്ന് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തേ ഞാൻ. ഇനി നമ്മുടെ സ്ലീവ്സ് എടുത്തു. സ്ലീവ്സിൽ ഞാൻ ലൈനിങ് ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ സ്ലീവ്സിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ലൈനിങ് കൊടുക്കേണ്ടവർക്ക് ലൈനിങ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്തതാണ്. നല്ലൊരു കളറാണ് കേട്ടോ ഇതൊരു തീപ്പെട്ടി കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാനിവിടെ ചെസ്റ്റ് ജോയിൻ ചെയ്യാതെ തന്നെയാണ് കേട്ടോ സ്ലീവ്സ് വെച്ച് കൊടുക്കുന്നത്. കാരണം എല്ലാം ചെയ്ത് നമുക്ക് താഴത്തെ പാർട്ടൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഒരൊറ്റ അടിയാണ് സ്ലീവ്സ് തൊട്ട് താഴെ വരെ ഒരടിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. സാധാരണ നമ്മുടെ കട്ടിങ് ബ്ലൗസിനൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യാറ്. സ്ലീവ്സ് അടിച്ചു. ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ലീവ്സിൻ്റെ ആ ബാലൻസ് തുണി അകത്തേക്ക് വരുന്ന രീതിയിൽ ഞാൻ സ്ലീവ്സ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒട്ടുമിക്ക ജോർജറ്റും ഒന്നെങ്കിൽ ഞാൻ ഹെമ്മി ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും കേട്ടോ. ലൈനിങ് ഇല്ലാത്ത കൈകൾക്ക് നെറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ആ തുമ്പ് ഭാഗം പുറത്തേക്ക് തെള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് ഒരു ഭംഗിയല്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ ഫ്രണ്ട് ഭാഗത്തിലെ താഴ്ഭാഗത്തെ തുണി എടുത്തു കേട്ടോ. അതിൻ്റെ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അടിഭാഗം ഈവൻ ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ വി കൊടുക്കുന്നത്. അടിഭാഗം സ്ട്രെയിറ്റ് തന്നെയാണ്. ഇതേ രീതിയിൽ ലൈനിങ്ങിലും ഇതേ രീതിയിൽ ചെയ്യണം കേട്ടോ. ലൈനിങ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഒരുപാട് ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ ലൈനിങ് കാണിക്കാത്തത്. ഞാൻ ഇതേപോലെ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഞാനൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം കേട്ടോ. ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. പക്ഷേ ഇതിൽ ഒരു മണ്ടത്തരം പറ്റിപ്പോയി. കാരണം ഇത് ഒരുപാട് പൊങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മുടെ ജോർജറ്റ് പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലായിരുന്നു. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് വന്നപ്പോഴത്തേനും ഒന്നുകൂടെ മെറ്റീരിയൽ പൊങ്ങി നിൽക്കാൻ തുടങ്ങി കേട്ടോ. അതൊരു ചെറിയ ഭംഗിക്കേടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചില കസ്റ്റമേഴ്സിന് പൊങ്ങി നിൽക്കുന്നതായിരിക്കും ഭംഗി, ചിലർക്ക് താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് വെച്ചാൽ 7ആണ്. അപ്പോൾ 2 സൈഡിലും 7 വിടുന്ന രീതിയിൽ നമ്മൾ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഫ്രില്ലിട്ട് വരുന്നത് കയറി പിടിച്ചു കേട്ടോ മെറ്റീരിയൽ. അതാണ് ഞാൻ അഴിച്ചു കൊടുക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ചെയ്തെടുക്കുവാണേ. ചെറിയ ചെറിയ ഫ്രില്ലാണ് എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 സൈഡിലും ഇതേ രീതിയിൽ ഇട്ടെടുക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ, കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് തുണിയൊക്കെ വെട്ടിക്കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് അളന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഈ ഓപ്പോസിറ്റ് സൈഡിലും അതേ രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് 7 14 വേണ്ടത്. 14ൻ്റെ കൂടെ നമുക്ക് തയ്യൽത്തും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും 1 ഇഞ്ച് വീതം നമുക്ക് തയ്യൽത്തും കൂടെ കൊടുക്കണം.
അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. അതേ രീതിയിൽ ഫ്രണ്ട് സൈഡിലെ ലൈനിങ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. അത് ജോയിൻ ചെയ്ത് എടുത്തിട്ട് ഇതേ രീതിയിൽ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി ഈ താഴ്ഭാഗത്തോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ, കാരണം ഇരിഞ്ഞു പോകാനും പിഞ്ചി പോകാനും ഒന്നും പാടില്ല. അതുകൊണ്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ചെയ്യുക. എന്നിട്ട് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ട് ബാക്ക് സൈഡ് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് സാധാരണ നമ്മൾ പാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതേ രീതിയിലാണ് കേട്ടോ ബാക്ക് സൈഡ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് ഫ്രില്ല് വേണ്ടാത്തവർ നോർമലായിട്ട് നമ്മൾ ടോപ്പ് ചെയ്യില്ലേ, അതേ രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ബാക്ക് സൈഡിലൂടെ ഫ്രില്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ ഫ്രില്ല് ആഡ് ചെയ്യാത്തൊരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യാം കേട്ടോ, ലെയർ കട്ടിൻ്റെ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ അതുകൂടെ ഒന്ന് പതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ചെറിയ ഫ്രില്ല് കൊടുത്ത ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊങ്ങി നിൽക്കുന്ന തുണിയല്ല വേണ്ട എന്നുണ്ടെങ്കിൽ മാക്സിമം ജോർജറ്റ് തന്നെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ലേസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ ഞാൻ ലേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ബാക്കിൽ ആഡ് ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ ഇതേപോലെ ലേസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ലോങ് ലേസാണ്, കറക്റ്റ് കളർ ഷെയ്ഡൊന്നും അല്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുത്താണ് കേട്ടോ. എന്നിട്ട് അതുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലീവ്സിൻ്റെ എൻഡിലൂടെ അതേ ലേസ് ആഡ് ചെയ്ത് കൊടുത്തു. ഡബിൾ സ്റ്റിച്ച് കൊടുത്തേ ഞാൻ സ്ലീവ്സിൻ്റെ എൻഡിൽ ലേസ് ആഡ് ചെയ്തപ്പോൾ. എന്നിട്ട് എല്ലാം കൂടെ തിരിച്ചിട്ടു കേട്ടോ. തിരിച്ചിട്ടിട്ട് നമ്മുടെ സ്ലീവും 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. സ്ലീവും ചെസ്റ്റും വേസ്റ്റും ഇതേപോലെ താഴ്ഭാഗം വരെ അടിച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വള്ളിയൂടെ ആഡ് ചെയ്യുന്നുണ്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ വള്ളി ഒരു 22 ഇഞ്ചൊക്കെ ആയിരിക്കും, വീതി ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ടാവും. ഇതേപോലെ കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റിന് വള്ളിയും വെച്ച് കൊടുത്തു. താഴ്ഭാഗം വരെ ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. നമ്മൾ സാധാരണ ലെയർ കട്ടൊക്കെ ഇറങ്ങിയ ടൈമിൽ ഇത് ഒരുപാട് പാടാണ് സ്റ്റിച്ച് ചെയ്യാനെന്ന് തോന്നും, പക്ഷേ വളരെ ഈസിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.